മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അങ്ങനെ കാത്തിരുന്ന KDRBയുടെ മാർച്ച് മാസത്തെ എക്സാം കലണ്ടർ വന്നേക്കുകയാണ്. അപ്പൊ അതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ മാർച്ച് 29-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. മക്കളെ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഭാഗ്യവാന്മാരാണെന്ന് പറയാം. കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ്. ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ എക്സാമിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ആ സമയം മുമ്പിലുണ്ട്. അതായത് 44 ദിവസങ്ങൾ, 1, 2, 3 ഒന്നുമല്ല, 44 ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിനൊരു അടിപൊളി സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് കലണ്ടറിലേക്ക് പോവാം. ഈ കാണുന്നതാണ് KDRBയുടെ മാർച്ച് മാസത്തെ എക്സാം കലണ്ടർ. അതിനകത്ത് നോക്കുക, കാറ്റഗറി നമ്പർ 39/2025, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ. ദെൻ 29/3/2026 ഞായറാഴ്ചയാണ് എക്സാം ഡേറ്റ് വരുന്നത്. ഡേറ്റ് മറക്കണ്ട, 29/3/2026 1:30 മുതൽ 3:15 വരെയാണ് എക്സാം. അതായത് 2 മുതൽ 3:15 വരെ 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. അപ്പോ ഹാപ്പി അല്ലേ? എന്തോരം ഘട്ടങ്ങളിലൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കടന്നുപോയല്ലടാ. കാര്യം ഈ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്കിതിനെ അറിയാം. ഞാൻ ഇതിനെ ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ക്വാളിഫിക്കേഷനിൽ വന്ന ഫസ്റ്റ് മാറ്റം, അതിനകത്ത് വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് അതിന് ഒരു ഇക്വാലൻസി വന്നു. അതിനുശേഷം കേസായി. അതിനുശേഷം KDRBക്ക് എക്സാം നടത്താനുള്ള ആ ഒരു പവറിനെ ഹൈക്കോർട്ട് ചലഞ്ച് ചെയ്തു. ഹൈക്കോർട്ട് അതിനെ സ്റ്റേ ചെയ്തു. അതിനുശേഷം സുപ്രീം കോർട്ടിൽ പോയി. ആ സുപ്രീം കോർട്ടിൽ ആ വിധിക്ക് സ്റ്റേ വന്നു. അപ്പോൾ വീണ്ടും KDRB ഇതാ ആക്റ്റീവ് ആയൊക്കെയാണ്. മാർച്ച് 29 എക്സാം നടക്കാൻ പോകുന്നു. പേഴ്സണലായിട്ട് പറഞ്ഞാൽ ലാലുവലക്സ് പോലെ ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം സൂപ്പർ നോട്ട്സിൽ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഫലം വരാൻ പോകുന്ന അടുത്ത ഘട്ടം വന്നേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറയുന്നുണ്ട്, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ പ്രശ്നങ്ങളിൽ ഫോക്കസ് ആവാതെ വിശ്വസിക്കുക, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. എല്ലാം ഓക്കെ ആവും. ദൈവം കൂടെ തന്നെ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിന്റെ കൂടെ സിലബസും വന്നിട്ടുണ്ട്. അപ്പൊ എക്സാം നടക്കാൻ പോകുന്ന മാർച്ച് 29-നാണ് 1:30 മുതൽ 3:15 വരെ. സോ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിലബസും വന്നിട്ടുണ്ട്. അപ്പൊ സിലബസിനകത്ത് പാർട്ട് 1 പൊതുവിജ്ഞാനം, പിന്നെ ആനുകാലികം, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ ആ സെയിം സിലബസ് ആണ്. അത് കഴിഞ്ഞ് പാർട്ട് 2 മാത്സ് റീസണിംഗ്, പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ് ആണ്, പാർട്ട് 4 പ്രാദേശിക ഭാഷ മലയാളം, പാർട്ട് 5 IT ആണ്, പാർട്ട് 6 സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഇങ്ങനെയാണ് സിലബസ് വരുന്നത്. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC അങ്ങനെയായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്, IT വന്നിട്ട് 10 മാർക്കാണ്, ദെൻ മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മാത്സ് റീസണിംഗും കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ്. അത് കഴിഞ്ഞ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ 40 മാർക്ക്. മക്കളെ, GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത, കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC എടുക്കുകയാണെങ്കിൽ 13 ക്വസ്റ്റ്യൻസ് ആണ്. 13 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് 27 ക്വസ്റ്റ്യൻ GKയും 13 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സും ആണ്. എല്ലാവർക്കും ഏറ്റവും അധികം പഠിക്കാൻ സമയം എടുക്കുന്നത് GK ആണ്. പക്ഷേ GK 27 മാർക്കിന് മാത്രമേ ഉള്ളൂ. അതും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി ഫുള്ള് കോൺസെൻട്രേഷൻ ഏതിനകത്ത് കൊടുത്തോ? കറണ്ട് അഫയേഴ്സിനകത്ത് കൊടുത്തോ. കാര്യം റാങ്ക് നിർണ്ണയിക്കുന്നത് ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കുറവാണ്. കാര്യം വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റോ ഇക്വാലൻസി ഒക്കെ വന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരാളാണ്, ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോടാം. ഇനി സ്റ്റാർട്ട് ചെയ്താലും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഓക്കെ, ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്താലും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ബാക്കി അടുത്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പറയുന്നത്? മാക്സിമം മാർക്ക് 100 മാർക്കാണ്. എക്സാമിന്റെ സമയം 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. അതിനുശേഷം ബാക്കി വേറെ നമുക്ക് പരീക്ഷയ്ക്ക് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കേണ്ട അഡ്മിഷൻ ടിക്കറ്റിന് പുറമെ അവരുടെ ഫോട്ടോ പതിപ്പിച്ച താഴെ പറയുന്ന ഏതെങ്കിലും രേഖയുടെ അസൽ പരിശോധിക്ക് ഹാജരാക്കേണ്ടതാണ്. നമ്മുടെ നോർമൽ PSC എക്സാം പോലെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ബാക്കി വേറെ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. നമ്മുടെ നോർമൽ എക്സാം പോലെ തന്നെയാണ്. അപ്പോ എക്സാം ഡേറ്റ് എത്തിയേക്കാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, പഠിച്ചു തുടങ്ങുന്നില്ലേ? തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? അപ്പൊ നിങ്ങൾ ഇതുവരെ തുടങ്ങാത്ത ഒരാളാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ സൂപ്പർ നോട്ട്സ് ഈ LD എക്സാമിന് വേണ്ടി ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം. ഇതിനകത്ത് എല്ലാം കാണത്തില്ല. ഇതിനകത്ത് മാത്സ് കംപ്ലീറ്റ് കാണും. കാര്യം മാത്സിന്റെ പ്രത്യേകത PSCക്ക് വരുന്നതല്ല, വേറെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. മാത്സ് കംപ്ലീറ്റ് കാണും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് കാണും, മലയാളം കംപ്ലീറ്റ് കാണും, സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണും. അത് കഴിഞ്ഞ് GK സെലക്ടഡ് ടോപ്പിക്കുകൾ മാത്രം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ടഡ് ടോപ്പിക്കുകൾ മാത്രം. ദെൻ കറണ്ട് അഫയേഴ്സ് ഫുള്ള് കാണും. അതായത് ആവശ്യമുള്ളതെല്ലാം അതിനകത്ത് കാണും. അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ഒരു പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് പിന്നെ ലൈവ് ക്ലാസ്സസും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
അപ്പൊ ഇനി തുടങ്ങാൻ ആഗ്രഹമുള്ളവർ, ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൂടെ കൂടിക്കാം. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ. 8281 223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ക്ലാസ്സിൽ കാണാം. താങ്ക് യു.